നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ തുടരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും ആഗോള വിപണിയിലെ അസ്ഥിരതയും ഇന്ത്യയുടെ ഇന്ധന മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വിതരണ ശൃംഖല തടസ്സപ്പെട്ടത് ആഭ്യന്തര വിപണിയിൽ LPG, പെട്രോൾ, ഡീസൽ എന്നിവയുടെയൊക്കെ വില കുത്തനെ ഉയരാൻ കാരണമായിട്ടുണ്ട്. രാജ്യത്തെ ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് നേരിട്ടുള്ള സാമ്പത്തിക ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചുകൊണ്ട് ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വലിയ വർധനവാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതുക്കിയ വില വിവരങ്ങളൊക്കെ തന്നെ പ്രകാരം ഗാർഹിക ആവശ്യത്തിനുള്ള 14 കിലോഗ്രാം സിലിണ്ടറിന് 60 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ കൊച്ചി പോലെയുള്ള നഗരങ്ങളിൽ സിലിണ്ടർ വില 920 രൂപയിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സിലിണ്ടറിന് ഡെലിവറി ചാർജ് ഉൾപ്പെടെ 1000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്ന സാഹചര്യമാണ്. എന്നാൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സിലിണ്ടറിന് ഡെലിവറി ചാർജ് ഉൾപ്പെടെ 1000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 2025 ഏപ്രിലിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ ഇത്രയും വലിയൊരു മാറ്റം വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ 19 കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ 115 രൂപയുടെ വർധനവും വരുത്തിയിട്ടുണ്ട്. ഹോട്ടലുകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ തുടങ്ങിയ ചെറുകിട ബിസിനസ്സുകളെ ഈ വില വർധനവ് സാരമായിട്ട് ബാധിക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ധനവിലയിൽ ഉണ്ടായ തുടർച്ചയായിട്ടുള്ള വർധനവ് ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് 49 രൂപയും അതിനു മുൻപ് ജനുവരിയിൽ 111 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. മാർച്ചിലെ പുതിയ വർധനവ് കൂടി ആയതോടെ വിപണിയിൽ സാധന സാമഗ്രികളുടെയൊക്കെ തന്നെ വില ഉയരാൻ സാധ്യതയുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. യുദ്ധം ഇനിയും നീണ്ടു നിൽക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ പാചകവാതകത്തിന് പുറമെ പെട്രോൾ, ഡീസൽ വിലയിലും സമാനമായ വർധനവ് ഉണ്ടായേക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് നിശ്ചിത പരിധി കടന്നതാണ് ഈ അടിയന്തര വിലക്കയറ്റത്തിന് പ്രധാന കാരണമായിട്ട് എണ്ണ കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നത്. വില വർധനവിനൊപ്പം തന്നെ സിലിണ്ടറുകളുടെ വിതരണത്തിലും കേന്ദ്ര സർക്കാർ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. LPG റീഫില്ലുകൾക്കായിട്ട് എണ്ണ കമ്പനികൾ ഇപ്പോൾ 21 ദിവസത്തെ ലോക്ക് ഇൻ പീരീഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ അടുത്ത സിലിണ്ടറിനായിട്ട് 21 ദിവസം നിർബന്ധമായിട്ടും കാത്തിരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പാചകവാതക ക്ഷാമം ഉണ്ടായേക്കാമെന്ന ഭീതിയിൽ ആളുകൾ ഇപ്പോൾ കൂട്ടത്തോടെ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നത് ഒഴിവാക്കാനാണ് ഇത്തരമൊരു നടപടി. വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിലും ഈ നിയന്ത്രണം ബാധകമായതിനാൽ തന്നെ ഹോട്ടലുകളുടെയും ക്യാൻറ്റീനുകളുടെയും ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലാകാൻ ഇടയുണ്ട്. ഇന്ധന പ്രതിസന്ധി മറികടക്കുന്നതിനായിട്ട് 1955 അവശ്യ സാധന നിയമപ്രകാരം കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര വിപണിയിൽ പാചകവാതക ലഭ്യത ഉറപ്പാക്കാൻ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവയുടെയൊക്കെ തന്നെ ഉൽപ്പാദനം പരമാവധിയാക്കാനായിട്ട് എണ്ണ ശുദ്ധീകരണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. എണ്ണ കമ്പനികളുടെ പക്കലുള്ള അധിക സ്റ്റോക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ നൽകാവൂവെന്നും അത് മറ്റു വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. രാജ്യത്തെ LPG ഉപഭോഗത്തിൻ്റെ 2/3 ഭാഗവും ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റ് വഴികളില്ല. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ LPG ഇറക്കുമതി രാഷ്ട്രമായ ഇന്ത്യ കഴിഞ്ഞ വർഷം മാത്രം 33.15 ദശലക്ഷം മെട്രിക് ടൺ പാചകവാതകമാണ് വിദേശത്തു നിന്നും എത്തിച്ചത്. ഇതിൽ 85 മുതൽ 90% പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. മേഖലയിലെ യുദ്ധം കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരും ആഴ്ചകളിൽ ആഗോള വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കൂടുതൽ കർശനമായിട്ടുള്ള നടപടികളോ വില മാറ്റങ്ങളോ ഒക്കെ തന്നെ ഉണ്ടായേക്കാം എന്നതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.